ഉപവാസ പ്രാർത്ഥന ജൂലൈ 9, 10, 11 തീയതികളിൽ രാവിലെ 10:30 മുതൽ 12 വരെ. ഉപവാസ പ്രാർത്ഥന തത്സമയ സംരക്ഷണം നമ്മുടെ ഹാർവസ്റ്റ് ടിവിയിൽ. ഫാസ്റ്റിംഗ് പ്രയർ ജൂലൈ 9, 10, 11, 10:30 AM to 12 PM. Fasting prayer live on Harvest TV. I pray that you would bless every one of them. 8 വർഷമായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ എനിക്ക് രാത്രി ഒന്ന് ഉറങ്ങാൻ കഴിഞ്ഞാൽ മതി ബ്രദർ. എനിക്ക് അതാണ് ഏറ്റവും വലിയൊരു വിഷമം. മറ്റുള്ളവർക്കും കൂടി ഉറങ്ങാൻ പറ്റുന്നില്ല ഞാൻ കാരണം കൊണ്ട്. പകലൊക്കെ ഇങ്ങനെ നടന്ന് കഴിച്ചു കൂട്ടും. അമ്മ ഇന്ന് മുതൽ ഉറങ്ങും. കാരണം പ്രേയർ കേരളയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യേശു നമുക്ക് വേണ്ടി പ്രവർത്തിക്കും.
പ്രഭാതത്തിൽ യേശുവിൻ്റെ സന്നിധിയിൽ താങ്കളുടെ കൂടെ യേശുവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തിന് എൻ്റെ യേശുവിന് എല്ലാ മഹത്വവും അർപ്പിക്കുമ്പോൾ താങ്കൾ യേശുവിന് വളരെ വിലപ്പെട്ട ജീവിതമാണ്. യേശു താങ്കളെ ഇന്ന് പകൽ പ്രതീക്ഷിക്കുന്നത് താങ്കളെ ഉയർത്തുവാനുള്ള അവസരമാണ്. ഈ പകൽ ഹൃദയം കലങ്ങുവാൻ അനുവദിക്കാതെ യേശു നമ്മെ ഓർമ്മപ്പെടുത്തി യേശുവിൽ തന്നെ ആശ്രയിക്കുക. യേശു നമ്മുടെ വിജയവും, യേശു നമ്മുടെ നന്മയും, യേശു നമ്മുടെ സമൃദ്ധമായ ജീവനുമാകയാൽ ആ യേശുവിൽ തന്നെ ജീവിതത്തെ അർപ്പിച്ച് രണ്ട് കരങ്ങളും ഉയർത്തി Psalm number 103:38 verse 5 or verse 6. Though the Lord is on high, yet he regards the lowly, but the proud he knows from afar. As I welcome you to the family of Praying Kerala worldwide, Jesus loves you and Jesus is counting on you today. Only believe and trust in Jesus. Jesus knows the best for you. Let's pray together. Father, we thank you for every precious soul joining us from different parts of the world. We pray that the blessings of the living God will descend upon them in an unusual manner, Lord. If there's someone needs healing, Lord, I pray that the healing virtue of Jesus will be over their lives, Lord, over their body, over their soul and mind, Lord, and even their spirit, Lord, that each of us will get right with you, Lord. Yes, Father God, bless them and honor them. Set your people free. Cause your face to shine on them, that your children will rejoice in you, Lord. For you are the lifter of our heads, Lord. Blessed be your holy name. കർത്താവേ, ഇന്ന് ലോക രാജ്യങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും അങ്ങയുടെ മുഖം പ്രസാദിച്ചും അവിടുത്തെ കൃപ ഓരോരുത്തരുടെ മേലും ധാരാളമായി പകരണം. അവിടുന്ന് ഞങ്ങളുടെ തലകളെ ഉയർത്തുന്ന കർത്താവാകയാൽ അങ്ങയുടെ കരങ്ങളിലേക്ക് തന്നെ ഏൽപ്പിക്കുന്നു. രോഗത്താൽ വിഷമിക്കുന്നവർ യേശുവിൻ്റെ സൗഖ്യം ഈ നിമിഷം തന്നെ അനുഭവിക്കട്ടെ. യെസ് ലോർഡ്, അവരുടെ ശരീരത്തിൽ, അവരുടെ മനസ്സിൽ, അവരുടെ ആത്മാവിൽ, എല്ലാ മേഖലകളിലും യേശുവിൻ്റെ സൗഖ്യം ഉണ്ടാകേണ്ട ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ മഹത്വം എല്ലാ മേഖലകളിലും അനുഭവിക്കാൻ ഇടയാകും. യേശുവിൻ നാമത്തിൽ പിതാവ്, യേശുവിൽ നമ്മൾ അനന്തമായ ശുഭമായ ഭാവി ഉള്ളതിനാൽ ബൈബിൾ വ്യക്തമാക്കുന്നു, യേശുവിൽ വിശ്വസിക്കുക, യേശുവിൽ വിശ്വസിക്കുക. അത്രമാത്രം വിശ്വസിക്കുക എന്നതിനർത്ഥം നമ്മുടെ ജീവിതത്തെ യേശുവിൻ്റെ കരങ്ങളിൽ അർപ്പിക്കുക എന്ന് മാത്രം. ആ രണ്ട് കരങ്ങളും ഉയർത്തി ഞങ്ങളോടൊപ്പം കഴിയുന്നവർ അവിടെ എഴുന്നേറ്റ് നിന്ന് തത്സമയം നടക്കുന്ന ഈ ആരാധനയിൽ ദിവസവും പ്രഭാതത്തിൽ നടക്കുന്ന ഈ തത്സമയ ആരാധനയിൽ ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിൽ നിന്ന് അനേകർ നമ്മളിവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അവർ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ചു പറയുന്നു. ഇവിടെ വരുന്ന ഓരോ വിഷയങ്ങൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ബ്രദറെ, നമ്മുടെ കയ്യിൽ ഈ ഓർഡറിലുമായിട്ട് ലോകത്തിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുടുംബം, ഒരു ദേശം ഏതെല്ലാം പ്രയാസങ്ങളിൽ കൂടി
പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകാമോ, ആ വിഷയങ്ങളെല്ലാം നമ്മുടെ അരികിൽ വരുന്നുണ്ട്. ഇത്രയും വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അകത്തുള്ള ഉറപ്പും വിശ്വാസവും എന്താണ്? ഒന്ന് മാത്രമാണ്. കർത്താവായ യേശു ക്രിസ്തു തിരുവചനത്തിൽ കൂടി നമ്മോട് എന്തു പറഞ്ഞിരിക്കുന്നു? നമ്മളും പ്രിയങ്കര കുടുംബാംഗങ്ങളും അത് വിശ്വസിക്കുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തു അത്ഭുതകരമായിട്ട് മറുപടി നൽകുന്നു. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. നമ്മുടെ വിശ്വാസവും ഉറപ്പും അതാണ്. കുടുംബമായിട്ട് നമ്മൾ യാചിക്കുന്നു. ബ്രദറെ, കഴിഞ്ഞ ദിവസം രാജേഷ് ആകർഷിൻ റിയാദിൽ നിന്ന് വിളിച്ചു പറഞ്ഞിരുന്നു, സ്കിന്നിന്റെ പ്രോബ്ലമായിട്ട് പ്രയാസപ്പെട്ടിരിക്കുന്നു, പ്രാർത്ഥിക്കണമെന്ന്. നമ്മൾ കുടുംബമായിട്ട് പ്രാർത്ഥിച്ചു. ആ ബ്രദർ ഇന്നലെ വിളിച്ചു പറഞ്ഞു, എന്റെ പ്രയാസങ്ങൾക്കെല്ലാം വളരെ കുറവുണ്ട്, പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ പ്രാർത്ഥനാ വിഷയമുണ്ട്, മകന് പഠിക്കാനുള്ള കൃപ ലഭിക്കണം. അതുപോലെ വൈഫിന്റെ ഡയബറ്റീസിന്റെ വിഷയമുണ്ട്, അത് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു പറഞ്ഞിരിക്കുന്നു. ചേട്ടൻ തങ്കച്ച, യേശു നമ്മളെ സ്നേഹിക്കുന്നു എന്ന ദൈവത്തിന്റെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. എറണാകുളത്തും ഡെയ്സി എന്നൊരു സഹോദരി പ്രാർത്ഥനയെ നമ്മളോട് വിളിച്ച് പറഞ്ഞ വിഷയം എന്ന് ചോദിച്ചാൽ, മകൻ മദ്യപാന നിമിത്തം വളരെയേറെ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന സമയത്തായിരുന്നു പ്രാർത്ഥിക്കുന്ന കേരളത്തിലേക്ക് പ്രാർത്ഥനയ്ക്ക് വിളിച്ചത്. പ്രാർത്ഥനയുടെ ഫലമായി മദ്യപാനം പൂർണ്ണമായി മാറി. മാത്രമല്ല, പരിപൂർണ വിടുതൽ ആ വിഷയത്തിൽ ദൈവം കൊടുത്തു. പ്രാർത്ഥിച്ച എല്ലാവരോടുള്ള നന്ദി ആ കുടുംബം ഇപ്പോൾ നമ്മളോട് അറിയിച്ചിരിക്കുന്നു. ദേവബ്രദറെ, അതുപോലെ ലീലാമ അന്ത്രയോസ് എന്ന മാതാവ് പാമ്പാടിയിൽ നിന്ന് അറിയിച്ചിരിക്കുന്ന പ്രൈസ് റിപ്പോർട്ട് പ്രകാരമാണ് മകന്റെ ജോലിയിൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്ന സാഹചര്യത്തിലാണ് പ്രിയങ്കര ശുശ്രൂഷയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് ഈ വിഷയത്തെ അറിയിക്കാനായിട്ട് ഇടയായി തരുന്നത്. പ്രാർത്ഥനയുടെ ഫലമായി ആ പ്രോബ്ലംസ് എല്ലാം മാറി ആ വിടുതൽ ആ മകന് ലഭിക്കാനായിട്ട് ഇടയായി തുറന്നു എന്നുള്ള ആ മാതാവ് അറിയിച്ചിരിക്കുന്നു. വിടുതൽ നൽകിയ ദൈവത്തിനുള്ള നന്ദി അറിയിച്ചിരിക്കുന്നു. ബ്രദറെ, അതുപോലെ സുധ കൊട്ടാരക്കരുത് വിളിച്ചു പറഞ്ഞിരുന്നത്, വീട്ടിൽ ഭർത്താവ് മദ്യപാനം മൂലം ഭയങ്കര പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്നു. ഈ അവസ്ഥയിലാണ് ആ സഹോദരി ഭയങ്കര വിളിച്ചു പറഞ്ഞു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. നമ്മൾ കുടുംബമായിട്ട് പ്രാർത്ഥിച്ചു. ആ സഹോദരി ഇന്നലെ വിളിച്ചു പറഞ്ഞു, ഭർത്താവിന്റെ മദ്യപാനം പൂർണ്ണമായിട്ട് മാറി, കുടുംബത്തിൽ സമാധാനം അനുഭവിക്കുന്നു. തങ്കച്ച, തിരുവനന്തപുരം റീന എന്നൊരു സഹോദരി നമ്മളെ വിളിച്ചത് കിഡ്നിക്ക് തകരാറുണ്ടോ എന്ന സംശയത്തിൽ ഒരു ടെസ്റ്റിന് വേണ്ടി പോകുന്നതിന് തൊട്ടു മുമ്പ് പ്രാർത്ഥിക്കുന്ന കേരളത്തിലേക്ക് വിളിച്ചു, പ്രാർത്ഥന ചോദിച്ചു. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. റിസൾട്ട് വന്നു, എല്ലാം നോർമൽ ആയിരിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാവരോടുള്ള നന്ദി ഇപ്പോൾ ആ കുടുംബം അറിയിച്ചിരിക്കുന്നു. ഇത് പത്തനംതിട്ടയിൽ നിന്ന് കൊച്ചുമോൾ അറിയിച്ചിരിക്കുന്ന പ്രൈസ് റിപ്പോർട്ടാണ് എൻ്റെ കരങ്ങളിലിരിക്കുന്ന. കൊച്ചുമോളുടെ നാത്തൂൻ്റെ ഹസ്ബൻഡ് തങ്കച്ചൻ എന്ന് പറയുക അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം വർഷങ്ങളായിട്ട് മദ്യപാനത്തിന് അടിമയായിരുന്നു. ഈ മാസം ആദ്യമായിട്ട് ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വിളിച്ച് ഈ വിഷയം ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഈ ആൻറ്റി അറിയിച്ചിരുന്നു. യേശു ആ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി. പ്രാർത്ഥിച്ചതിന് ശേഷം പൂർണ്ണമായ മദ്യപാനം അദ്ദേഹത്തിൽ നിന്ന് മാറി എന്നുള്ളതാണ് ആൻറ്റി അറിയിച്ചിരിക്കുന്നത്. രൂപാന്തരം നൽകിയ ദൈവത്തിനുള്ള നന്ദി ആ മാതാവ് അറിയിച്ചിരിക്കുന്നു. നമ്മൾ പ്രാർത്ഥനയ്ക്ക് കർത്താവിനെ നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ തന്നെ പ്രിയ കുടുംബാംഗങ്ങളെ, നിങ്ങൾ ഏതെങ്കിലും പ്രയാസങ്ങളിൽ കൂടി കടന്നു പോവുകയാണോ, നമുക്ക് പ്രിയങ്കര കുടുംബാംഗങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ ദൈവം പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്വർഗീയ നല്ല പിതാവേ, നിനക്ക് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുമ്പോൾ ഈ തത്സമയ ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും ആരാധനയിലും പങ്കെടുക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഇപ്പോൾ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ സൗഖ്യവും നിന്റെ ബലവും നിന്റെ ശക്തിയും സാന്നിധ്യവും ഓരോരുത്തരുടെ മേലും അവിടുന്ന് പകർന്ന് ജീവിതങ്ങളെ അവിടുന്ന് വിടുവിക്കും. മഹത്വം ഞങ്ങൾ നിനക്ക് തരുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പ്രഭാതി അനേകം പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്കിവിടെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് ശ്രുതി ജോസ് എന്ന് പറയുന്നൊരു സഹോദരി ഹൈദരാബാദിൽ നിന്നും അറിയിച്ചിരിക്കുന്ന MCA കഴിഞ്ഞു, പക്ഷേ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ട് ജോലി ലഭിക്കുന്നില്ല. അതിനുവേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം എന്ന് അറിയിച്ചിരിക്കുന്നു. ഇത് രാജൻ ബഹ്റിൻ എന്ന് അറിയിച്ചിരിക്കുന്നത് ഒരു ജോലി ലഭിക്കേണ്ടതിനുവേണ്ടി പ്രത്യേകമായിട്ട് പ്രിയങ്കളെ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ റോബിൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, ആ മകനും ജോലി ലഭിക്കേണ്ടതിനുവേണ്ടി പ്രാർത്ഥിക്കണം. സിൽവറിൽ ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ നിന്നാണ് ആളുകൾ പ്രേം കേരള ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. We really appreciate and thank each person joining us from different parts of the globe. This is Mary Ann from Malaysia. She has sent an WhatsApp message saying that her brother is sick and admitted in the hospital since 30 days and the temperature is not becoming normal of his body. മേരി ആൻ എന്ന് പറയുന്ന ആൾ മലേഷ്യയിൽ നിന്ന് നമുക്ക് വാട്സാപ്പിലൂടെ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, തൻ്റെ ബ്രദറിൻ്റെ
30 ദിവസങ്ങൾ കഴിഞ്ഞ് ഹോസ്പിറ്റലായിട്ട് ഇതുവരെയും ടെമ്പറേച്ചർ കഴിയുന്നില്ല. മലയാളി അല്ല ഈ മേരി ആൻ എന്ന് പറയുന്നത്, മലയാളി അല്ല. ഇവരോട് വേറൊരു ഡോക്ടർ എലിസബത്ത് പറഞ്ഞിട്ടാണ് ഈ പ്രേയർ കേരളയെ കുറിച്ച് അറിഞ്ഞത്. ഇന്ത്യക്കാരിയായ ഡോക്ടർ പറഞ്ഞിട്ടാണ് ഈ പ്രേയറിനെ കുറിച്ച് അറിഞ്ഞത്. സോ ഈ ലോക രാജ്യങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ വന്ദനം ചെയ്യുമ്പോൾ ഐ ജസ്റ്റ് വാണ്ട് ടു റിമൈൻഡ് യു, ജീസസ്, സിസ്റ്റർ മേരി ആൻ, ജീസസ് will heal your brother. Jesus will heal your brother today as we are going to pray with you. നമുക്ക് ഒന്നിച്ച് നമ്മളിന്ന് പ്രാർത്ഥിക്കാൻ പോകുക. യേശു അത്ഭുതം പ്രവർത്തിക്കും. മാത്രമല്ല ഡെങ്കി ഫീവറിനാല്, ജോണ്ടിസിനാല്, മഞ്ഞപ്പിത്തത്താല് വളരെയധികം ആളുകൾ ഈ ദിവസങ്ങളിൽ വിഷമിക്കുന്നു. പ്രേയർ കേരളയിൽ എവിടെ നിന്നെല്ലാം കുറയാത്ത പനി നിമിത്തം വളരെയധികം വിഷമിക്കുന്നു. സൗഖ്യത്തിന് ട്രിവാൻഡ്രത്തുനിന്ന് ഒരു കോൾ വന്ന് ഞാൻ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ആ മത പറഞ്ഞു 1 മാസമായിട്ട് പനി, ടെമ്പറേച്ചർ ഒട്ടും കുറയുന്നില്ല. പല ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഇന്നലെ ഡോക്ടർമാർ പറഞ്ഞു ചെള്ളുപനി എന്ന് പറയുന്ന ഒരു പനി, അത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ആ പനിയാന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്നലെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്. അപ്പോൾ ആ സഹോദരി പറഞ്ഞത് ഇന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ്, അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ബ്രദറെ, ഇപ്പോൾ തന്നെ രോഗത്താൽ വിഷമിക്കുന്നവർ, ഇഫ് യു സഫർ ഫ്രം any sort of sicknesses or diseases, I just want to place your hands on the screen as a token of your faith and trust in Jesus. നമ്മൾ യേശുവിൽ അർപ്പിച്ച വിശ്വാസത്തിൻ്റെ അടയാളമായി നമ്മുടെ കരങ്ങളെ ആ സ്ക്രീനിലേക്ക് വയ്ക്കുമ്പോൾ നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. Even if it is your relative or someone whom you know, let's trust in Jesus and pray for them that the healing virtue of Jesus will flow into their lives. നമ്മുടെ സ്വന്തം അല്ല അറിവിൽപ്പെട്ട വേറൊരാളാണെങ്കിൽ പോലും നമ്മൾ യേശുവിൽ അർപ്പിച്ച വിശ്വാസത്തോടെ ആ കരങ്ങളെ വച്ച് നമ്മളിപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. യേശുവിൻ്റെ സൗഖ്യം ആ ശരീരങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ കർത്താവ് പകർന്നു. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രേയർ തത്സമയം നടക്കുന്ന ആരാധന ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നും അനേകർ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിക്കവരും കർത്താവെ സൗഖ്യമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. ഞങ്ങൾ ഇപ്പോൾ ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഈ പ്രഭാതത്തിൽ ഈ സമയത്ത് ഞങ്ങളുടെ സൗഖ്യത്താൽ അവരെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ചില പ്രിയപ്പെട്ടവരും സൗഖ്യമില്ലാതെ ആയിരിക്കുന്നു, ചിലർ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ അവർക്ക് വേണ്ടി ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശുവെ, അങ്ങ് സൗഖ്യമാക്കുന്നവനാണ്. അങ്ങയുടെ വിടുതലും സൗഖ്യവും ആ പ്രിയപ്പെട്ടവരുടെ മേൽ ഇപ്പോൾ തന്നെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അത് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ജോളി അലക്സ് ഓമല്ലൂർ എന്നറിയിക്കുന്ന മകൾ രജനി അലക്സിൻ്റെ കുവൈറ്റിൽ എക്സാം ഉണ്ട്. പ്രാർത്ഥിക്കണം. സിനിബ്രദറെ, അനേക യൗവനക്കാർ നല്ല ജോലി ലഭിക്കാതെ വിഷമിക്കുന്നു. അവർക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, വർഷങ്ങളായി കാത്തിരിക്കുന്നവരുണ്ട്. 2006 പാസ് ഔട്ടായ ഒരു കോഴ്സ് പഠിച്ച് പാസ് ഔട്ടായ വ്യക്തികൾ ഇവിടെ പ്രേയർ കേരളയിൽ നേരിട്ട് ഇവിടെ വന്നു. അവർ വരുന്ന കരയുക. അവർക്ക് വേറൊന്നും പറയാനില്ല. അവരെവിടെ ചെന്നാലും നിങ്ങൾ ഈ പഠിച്ചത് ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ പോയി പഠിച്ചത്, നിങ്ങൾക്ക് ഈ ഞങ്ങളുടെ ജോലി ചെയ്യാൻ നിങ്ങളുടെ യോഗ്യത പോരാ, അല്ലെങ്കിൽ നിങ്ങളുടെ യോഗ്യത കൂടുതലാണ്. ഓവർ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ കുറവായ ക്വാളിഫിക്കേഷൻ നിമിത്തം ഒരുപാട് പേര് റിജക്റ്റഡ് ആകുന്നു. ആ റിജക്ഷനിലൂടെ പോകുമ്പോൾ, തള്ളപ്പെടുന്ന അനുഭവത്തിലൂടെ പോകുമ്പോൾ അവരനുഭവിക്കുന്ന ചങ്ക് കീറി പൊട്ടിച്ചെതറുന്ന ഒരു അനുഭവം. ഇന്ന് പകൽ അങ്ങനെ ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മെ സൗഖ്യമാക്കുന്ന യേശുവിൻ്റെ കരം. പ്രിയമുള്ളവരെ, ഒരു ജോലിയിൽ നിന്നോ 50 ജോലി സ്ഥലത്തു നിന്നോ താങ്കളെ നിഷേധിച്ചു എന്നതിൻ്റെ അർത്ഥം എല്ലാം അവസാനിച്ചു എന്നല്ല. അടുത്തത്, അവരാരുമല്ല താങ്കളുടെ ഭാവി തീരുമാനിക്കുന്നത്, നമ്മുടെ ഭാവി തീരുമാനിക്കുന്ന യേശു തന്നെയാകയാൽ ഈ പകൽ ഞങ്ങളോടൊപ്പം ആ യേശുവിൽ ജീവിതത്തെ അർപ്പിച്ച് 2 കരങ്ങളും ഉയർത്തി പറ്റുമെങ്കിൽ അവിടെ എഴുന്നേറ്റ്
ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ യേശു നമുക്കായി അത്ഭുതം പ്രവർത്തിക്കും. യേശു അത്ഭുതകരമാണ്. I just want to remind you, the Lord will open new doors for your life, as the Lord has already spoken to us from the Bible. Be there where God wants us to be, and be there at the right time, at the right place. ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്ത് യേശുവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ യേശുവിന്റെ വലിയ വഴികൾ നമുക്കായി തുറന്നു തരും. യേശുവെ, ഞങ്ങൾ ഒന്നിച്ച് ഇപ്പോൾ ജോലിക്ക് അർഹരായ പക്ഷെങ്കിൽ ജോലി ലഭിക്കാതെ വിഷമിക്കുന്ന ആ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കും. വിദേശ രാജ്യങ്ങളിൽ പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ട് അതിൻ്റെ ആഘാതത്തിലൂടെ വേദനയുടെ ആ ഹൃദയ തകർച്ചയിലൂടെ പോകുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. Lord, we pray and commit each one who is unemployed or jobless or who are fired from job or who are denied and rejected by their employers, Lord. We pray that the Almighty God will open new doors and new ways for their lives, and I declare new doors and new ways of God over their lives in Jesus' name. We pray, Father, that you will raise each one from their shattered situation, Lord, from that crumbled and fallen state. Lord, you will raise them up, for we read in your word, Jesus, that you are the lifter of our heads. Lift the heads of your children as I pray today in Jesus' name, Lord. കർത്താവേ, ഈ തകർന്നു കിടക്കുന്ന ഈ നിഷേധിക്കപ്പെട്ട അവസ്ഥയിൽ ആ ഹൃദയത്തിന്റെ വേദനയിൽ നിന്ന് ഈ മക്കളെ അവിടുന്ന് എഴുന്നേൽപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പുതുവഴികൾ പുതുവാതിലുകൾ ഞങ്ങൾ അവരുടെ മേൽ പ്രഖ്യാപിക്കുന്നു. അതിപ്പോൾ തുറന്നു വരട്ടെ. മഹത്വം മുഴുവൻ അങ്ങേക്ക്. വിസ സംബന്ധമായ പ്രശ്നങ്ങൾ മാറിപ്പോകട്ടെ, ഡോക്യുമെന്റ് സംബന്ധമായ ക്ലേശങ്ങൾ മാറിപ്പോകട്ടെ, സാലറി ലഭിക്കുവാനുള്ളത് ലഭിക്കട്ടെ. യേശുവിന്റെ വലിയ പ്രവൃത്തി ഓരോ മക്കളിലും ഉണ്ടാകട്ടെ. അത്ഭുതകരമായ വാതിലുകൾ ഈ നിന്റെ മക്കൾക്ക് തുറന്നു കൊടുക്കുക. കർത്താവേ, നിന്റെ സന്നിധി പ്രാർത്ഥിക്കുന്നു. ആ വെയിറ്റിംഗ് എന്നുള്ള സ്ഥിതി മാറട്ടെ, ഈ കാത്തിരിപ്പ് മാറട്ടെ. യേശുവിൻ നാമത്തിൽ ഈ വെള്ളിയാഴ്ച ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് തന്നെ അത്ഭുത വഴികൾ ലോകവ്യാപകമായ ജീവിതങ്ങൾക്ക് തുറന്നു വരട്ടെ. യേശുവിൻ നാമത്തിൽ ചേർന്ന് എല്ലാ വെള്ളിയാഴ്ച ദിവസം ആരാധനയിൽ നമ്മൾ എണ്ണ പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. അടുത്ത സമയത്ത് അത് എടുത്തു വെക്കണം. നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കും. പല പ്രിയപ്പെട്ടവരും നമ്മളിവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ അവരുടെ ഭവനങ്ങൾ അവരും കരങ്ങൾ എടുത്തു വെച്ച് എണ്ണ പ്രാർത്ഥിച്ചത് ശരീരത്തിൽ ആ രോഗമുള്ള ഭാഗത്ത് പോയിട്ട് യേശു അത്ഭുതകരമായിട്ട് സൗഖ്യം അവിടെ നൽകി കൊടുക്കും. നമ്മൾ അതിന്റെ കാരണം ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 10 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി, നിങ്ങൾ രോഗികളാകുമ്പോൾ സഭയിലെ മൂപ്പന്മാരെ വരുത്തി, എൽഡേഴ്സിനെ, people who are matured in Christ, ക്രിസ്തുവിൽ പക്വതയുള്ള ആളുകളെ വരുത്തി അവർ രോഗിക്ക് വേണ്ടി എണ്ണ പൂശി പ്രാർത്ഥിക്കുമ്പോൾ യേശു ദീനക്കാരന് സൗഖ്യം വരും. അവരല്ല സൗഖ്യം വരുന്നത്, യേശു ദീനക്കാരന് സൗഖ്യം. വീണ്ടും സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശു രോഗികളെ എണ്ണ പൂശി സൗഖ്യമാക്കി എന്ന് വ്യക്തമാക്കുന്നുണ്ട്. വീണ്ടും ബൈബിളിൽ തൈലാഭിഷേകം വളരെ പ്രാധാന്യമുള്ള ഒരു പ്രവൃത്തിയാണ്. അത് എന്തിനെന്ന് ചോദിച്ചാൽ ആ രോഗിയുടെയും പ്രാർത്ഥിക്കുന്നവരുടെയും വിശ്വാസത്തിന്റെ ഒരു പ്രകടനമാണ്, ഒരു അടയാളം മാത്രമാണ്. സോ തയ്യാറാകുക. യേശു അത്ഭുതകരമായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമായി എണ്ണ തയ്യാറാക്കി വെക്കുക. അല്പ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് അതിനു വേണ്ടി പ്രാർത്ഥിക്കും. സിനിമ എല്ലാ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുന്നൊരു കാര്യം, നാളെ കുടുംബാംഗങ്ങളെ ട്രിവാൻഡ്രം മേഖലയിലെ കൊല്ലം, ട്രിവാൻഡ്രം, മറ്റ് പല ജില്ലകളിലുള്ള പ്രിയപ്പെട്ടവരെ ട്രിവാൻഡ്രം സത്യൻ മെമ്മോറിയൽ ഹാളിൽ നമ്മൾ ഒന്നിച്ച് കുടുംബമായി യേശുവിന്റെ സന്നിധിയിൽ ഒന്നിച്ചു കൂടുന്നു. പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ ഒന്നിച്ചു കൂടുന്നു. ദയവായി കടന്നു വരിക. മാത്രമല്ല കേരളയുടെ ഉപവാസ പ്രാർത്ഥന, ജൂലൈ മാസത്തെ ഉപവാസ പ്രാർത്ഥന ഇങ്ങനെ എത്തി 9, 10, 11 തീയതി, അതായത് വരുന്ന വ്യാഴം, വെള്ളി, ശനി 3 ദിവസങ്ങൾ ഉപവാസ പ്രാർത്ഥന നടക്കുന്നതാണ്. കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥന നമ്മൾ പ്രത്യേകിച്ച് കർത്താവിൻ്റെ 2ാമത്തെ വരവിൻ്റെ ലക്ഷണങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. തീർച്ചയായും ആ ശുശ്രൂഷയിൽ വളരെയധികം ജീവിതങ്ങൾ ലോകത്തിന് വിവിധ രാജ്യങ്ങളിൽ നിന്ന് പങ്കെടുത്ത് അവരുടെ ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹം തന്നെയായിരുന്നു. ഈ പ്രാവശ്യം ബി
at the right place at the right time. Amen. Divine timing, divine appointments. ദൈവത്തിന്റെ പ്രത്യേകമായ സമയങ്ങൾ, ദൈവത്തിന്റെ മുൻ നിയമനങ്ങൾ, ദൈവം കരുതിയ സ്ഥലങ്ങൾ, ഇങ്ങനെയുള്ള വസ്തുതകളായിരിക്കും ദൈവവചനത്തിൽ നിന്ന് ഈ പ്രാവശ്യം നമ്മൾ ഈ ജൂലൈ മാസം ഉപവാസ പ്രാർത്ഥനയിൽ ദൈവവചനത്തിൽ നിന്ന് പഠിക്കുന്നത്. സോ ഞങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുന്നു. ഉപവാസ പ്രാർത്ഥനയാകട്ടെ, നാളെ നടക്കുന്ന കുടുംബസംഗമമാകട്ടെ, ഓരോ കുടുംബസംഗമത്തിലും നമ്മൾ കാണുന്നത് സിനിമകളെ നമ്മൾ അവിടെ ചെല്ലുന്നതിന് മുൻപ് എത്രയോ മിനിറ്റുകൾക്ക് പിറകിൽ കുടുംബാംഗങ്ങൾ അവിടെ കടന്നു വരുന്നു. ചില പ്രിയപ്പെട്ടവരോടുള്ള ക്രമീകരണങ്ങൾ നമ്മളൊന്നും ഇത് പറഞ്ഞിട്ടല്ല. ഞങ്ങൾ താങ്കളോട് എങ്ങനെ നന്ദി പറയണമെന്ന് ഞങ്ങൾ അറിയത്തില്ല. വിവിധ നിലകളിൽ ഈ ശുശ്രൂഷയിൽ ആളുകൾ പങ്കാളികളാകുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു. മാത്രമല്ല, പ്രൈം കേരളയുടെ ശുശ്രൂഷ എവിടെ നടന്നാലും അവിടെ കാണിക്കയില്ല. ചിലർ നമ്മെ വിളിച്ചു പറയാണ്ട്, ബ്രദറെ വരണമെന്ന് ആഗ്രഹമുണ്ട്, ഒരു 10 രൂപ കാണിക്ക ഇടാനില്ലാത്തതുകൊണ്ട്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, കുടുംബാംഗങ്ങളെ, അങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് ഒരിക്കൽ പോലും ചിന്തിച്ച് പ്രൈം കേരളയുള്ള ബന്ധത്തിൽ വിഷമിക്കേണ്ട. നമുക്ക് ആവശ്യം, യേശുവിന് ആവശ്യം നമ്മളെയാണ്. നമ്മെ ഉയർത്തുവാൻ യേശു ആവശ്യപ്പെടുന്നു, നമ്മെ നിറയ്ക്കാൻ യേശു ഇഷ്ടപ്പെടുന്നു, നമ്മെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ യേശു ഇഷ്ടപ്പെടുന്നു, നമ്മെ സമൃദ്ധമായ ജീവനിലേക്ക് കൊണ്ടുവരുവാൻ യേശു ഇഷ്ടപ്പെടുന്നു. അതിന് ദൈവം ഒരുക്കുന്ന ഈ വഴികൾ ഉപയുക്തമാക്കുക. അത് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് സ്കൂളുകളിൽ, കോളേജുകളിൽ, പല സ്കൂളുകളിലും എക്സാംസ് തുടങ്ങിയ SA1 എക്സാംസ് ഇന്ന് തുടങ്ങുന്നു. പുതിയ അധ്യയന വർഷത്തിൽ നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാൻ ധാരാളം വിദ്യാർത്ഥിനികൾ എക്സാം എഴുതുന്നുണ്ട്. അവരുടെ പ്രാർത്ഥന വിഷയങ്ങൾ അവർക്ക് പ്രൈം കേരളയിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷയായിരുന്നു. സ്ക്രീനിൽ കാണുന്ന നമ്പർ താങ്കൾക്ക് ഏത് സമയത്തും വിളിക്കാം. നമുക്ക് ഒന്നിച്ചു ചേർന്ന് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ആ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ എക്സാം എഴുതുമ്പോൾ അങ്ങനെ സാന്നിധ്യം കൂടെ ഇരിക്കണം. മികവിന്റെ ആത്മാവിനാൽ അവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉന്നതമായ വിജയം അവർക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയിലും യേശുവിൻ നാമനിമിത്തം അവർ ഉയർച്ച പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ കുഞ്ഞുങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. തകച്ച അനേകം പ്രാർത്ഥനാ വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഷൈനി അഞ്ചൽ എന്ന് അറിയിച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയം, തലവേദന മൂലം ഭാരപ്പെടുന്നു, ദൈവിക സൗഖ്യത്തിനായി പ്രാർത്ഥിക്കണമെന്ന് അറിയിച്ചിരിക്കുന്നു. വെൺമണി എന്ന് ജോബി വിളിച്ചു വന്നിരിക്കുന്നത് കാനഡയ്ക്ക് പോലുള്ള വിസ ശരിയാകണം, അതുപോലെ മക്കൾ അനുഗ്രഹിക്കപ്പെടണം, മാതാപിതാക്കളെ ജോലി അനുഗ്രഹിക്കണം, പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പറഞ്ഞിരിക്കുന്നു. ഗീത തിരുവനന്തപുരത്ത് നിന്ന് അറിയിച്ചിരിക്കുന്ന പ്രീന ചെവിയിൽ വല്ലാത്ത അസ്വസ്ഥതയിൽ ഭാരപ്പെടുന്നു, പ്രാർത്ഥിക്കണം എന്ന് അറിയിച്ചിരിക്കുന്നു. റോയ് വന്നിട്ട് വയനാട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നു, മൂത്ത മകൾ BSc നേഴ്സാണ്, നാട്ടിൽ തന്നെ നല്ലൊരു ഹോസ്പിറ്റലിൽ ജോലി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു പറഞ്ഞിരിക്കുന്നു. ഇത് സാജു കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് അറിയിച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയം, ഭവനത്തിന്റെ പണി പൂർത്തീകരിക്കണം, സാമ്പത്തികം ശരിയായി ലഭിക്കണം, ചിട്ടി ലഭിക്കാനുണ്ട്, അതിനെ പ്രാർത്ഥിക്കണമെന്ന് അറിയിച്ചിരിക്കുന്നു. ജോഷി വിളിച്ചു പറഞ്ഞിരിക്കുന്നത് പുതിയതായിട്ട് ഒരു ജോലിക്ക് കയറിയാണ്, പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്ക് തീർച്ചയായിട്ടും ഈ ഓരോ ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തങ്കച്ചാൻ ഇപ്പോൾ പ്രാർത്ഥിച്ചാട്ടെ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഇവിടെ വായിച്ച ഓരോ വിഷയങ്ങളുമായി ഞങ്ങൾ കുടുംബമായിട്ട് അവിടെ സന്നിധിയിൽ കടന്നു വരികയാണ്. ഓരോ വിഷയങ്ങൾക്കും അവിടുന്ന് മറുപടി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവ് അനുഗ്രഹിക്കുന്നവൻ കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. Glorify your name, Jesus. Glorify your name. Glorify your name. Glorify your name in all the വിജി എന്ന് പറയുന്നൊരു മാതാവ് എറണാകുളത്ത് നിന്ന് അറിയിച്ചിരുന്ന ഹസ്ബൻഡ് വിദേശത്ത് ജോലി ചെയ്യുന്നത്. പക്ഷേ ജോലി സ്ഥലത്ത് വളരെയധികം പ്രയാസങ്ങളിൽ അദ്ദേഹം കടന്നു പോകുന്നു. അതിനുവേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥന. അതുമാത്രമല്ല, അവർക്ക് സ്വന്തമായിട്ടൊരു ഭവനമില്ല. സ്വന്തമായിട്ടൊരു ഭവനം ഉണ്ടാകുന്നതിന് വേണ്ടി പ്രൈകല ചേർന്ന പ്രാർത്ഥന നമ്മൾ ചോദിച്ചിരിക്കുന്നു. അക്കാമ എബ്രഹാം കൊട്ടാരക്കര എന്നറിയിക്കുന്ന മകനെ നാട്ടിലോട്ട് വരുന്നത് സംബന്ധിച്ച്, വിസയെ സംബന്ധിച്ച് കുറേ പ്രശ്നങ്ങളിലൂടെ അവർ കടന്നു പോയപ്പോഴാണ് പ്രൈം കേരളയിൽ ഈ മാതാവ് കരഞ്ഞുകൊണ്ട് വിളിച്ച്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഈ മാതാവ് വിളിച്ചതും ആ ഫോണിൽ സംസാരിച്ച് പ്രാർത്ഥിച്ചതും. ഇപ്പോൾ മാതാവ് വിളിച്ചു പറയുന്നത് യേശു അത്ഭുതം പ്രവർത്തിച്ചു, എല്ലാം ശരിയായി. ഈ മകന് ഇന്നലെയും വിളിച്ചു പറഞ്ഞത് മകന് വിളിച്ചു വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ യേശു അത്ഭുതം പ്രവർത്തിച്ചു. ഈ വിഷയം പ്രാർത്ഥിച്ചതിന് ശേഷം
അതിനുശേഷം ഇതിപ്പോൾ വന്നിരിക്കുന്നത് 6/16 രാവിലെ, ഇന്ന് രാവിലെ 3/7/2015 രാവിലെ വന്ന ഒരു വിടുതലിൻ്റെ സാക്ഷ്യം. ഇന്നലെ രാവിലെ 8:30-ക്കോ 9:30-ക്കോ മറ്റോ ഞാൻ ഈ വ്യക്തിയുടെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നത്. വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേഗം എൻ്റെ വാഹനത്തിനകത്ത് ബ്ലൂടൂത്തിലൂടെ ഇത് കേൾക്കാൻ സൗകര്യമുള്ളത് കൊണ്ട് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. യേശു ചെയ്ത കാര്യം, യേശു അത്ഭുതം പ്രവർത്തിച്ചു. അമ്മ കരഞ്ഞതിതാ മോനെ കണ്ടിട്ട് ഒത്തിരി നാളായി. അമ്മയുടെ ഹൃദയമാണ്. അപ്പോൾ അത് അവരുടെ ഒരു വിഷയമാണ്. മകനെ സംബന്ധിച്ചുള്ള ജോലി അതവിടെ തുടരാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷേ വരാൻ നിശ്ചയിച്ച സമയത്ത് തന്നെ വരുവാൻ ദൈവം എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തി കൊടുത്തു. ഒരു തരത്തിലും സാധ്യത ഇല്ല എന്ന് പറഞ്ഞിടത്ത് യേശുവിന് നമുക്ക് വേണ്ടി ഒരു സാധ്യതയുണ്ട്. ഒരു പക്ഷെങ്കിൽ താങ്കളും ഇന്ന് പകൽ പുറത്താരോടും പറയാൻ കഴിയാത്ത അസാധ്യതയുടെ ഒരു മേഖലയിലായിരിക്കും നിൽക്കുന്നത്. ആരോടും പറയാൻ പറ്റത്തില്ല. അഥവാ പറയുന്നു എന്നിരിക്കട്ടെ, യാതൊരു പ്രയോജനവുമില്ല. ഒരുപാട് ഡോക്ടേഴ്സ് ചികിത്സിച്ചു, പക്ഷെ പ്രയോജനമൊന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കാം പോകുന്നത്. ഈ പകൽ അങ്ങനെയെങ്കിൽ ഇവർക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ച യേശു ഇറങ്ങി പ്രവർത്തിക്കത്തില്ലേ? ആ കുടുംബത്തിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കും. ആ യൗവനക്കാർക്ക് വേണ്ടി, ആ ബിസിനസ്സിന് വേണ്ടി, ആ ജോലിക്ക് വേണ്ടി യേശു പ്രവർത്തിക്കത്തില്ലേ? ആ സൗഖ്യത്തിന് വേണ്ടി യേശു പ്രവർത്തിക്കില്ലേ? 100% യേശു അത്ഭുതകരമായി. കാരണം ബൈബിൾ വ്യക്തമാക്കുന്നു, ലൂക്കോസ് 1:37, ഉൽപ്പത്തി 18:14, യേശുവിനാൽ അസാധ്യമായിട്ട് ഒന്നുമില്ല. ഉൽപ്പത്തി 18:14 ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈസ് ദെയർ എനിത്തിങ് ടു ഹാർഡ് ഫോർ ദ ലോർഡ്? യഹോവയാൽ കഴിയാത്ത, യേശുവാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? കേരള കുടുംബാംഗങ്ങൾ ഒന്നിച്ച് പറയും ഇല്ല എന്ന് നമ്മൾ വിശ്വസിച്ച് ഉറക്കം പറയുക. Come on. Today, ഇന്ന് പകൽ ആ വാ തുറന്ന് ഉറക്കം പറഞ്ഞാട്ട് യേശുവ അസാധ്യമായത് ഒന്നുമില്ല. ഞങ്ങളോട് ചേർന്ന് ഞങ്ങൾ രണ്ടുപേരും കേരള കുടുംബാംഗങ്ങൾ ഒന്ന് ചേർന്ന് ആവർത്തിച്ച് പറയുക, യേശുവ അസാധ്യമായത് ഒന്നുമില്ല. കേരളയിലേക്ക് വിളിച്ചു പറയണ്ട, വേറെ ആരോടും ആ വിഷമം പറയണ്ട. പക്ഷേ ഞാൻ സന്തോഷത്തോടെ ഒരു കുടുംബാംഗം എന്ന നിലയിൽ ഓർമ്മപ്പെടുത്തിട്ട്, നമ്മുടെ ഹൃദയത്തിനകത്ത് ഇരുന്ന് അത് വേദനയായി, രോഗങ്ങളായി, വഴിയെ പോകുന്ന രോഗത്തെ വലിച്ചു വെക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉളവാക്കണ്ട. യേശു നമ്മെ വിടുവിക്കുവാൻ, യേശു നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുവാൻ ഈ പകലുണ്ട്. അങ്ങനെയെങ്കിൽ മക്കളെ ഓർത്ത് വിഷമിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക, ആ യൗവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക, ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. രണ്ട് കരങ്ങളും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, യേശുവേ, പുറത്താരോടും പറയാൻ കഴിയാത്ത വിലാപങ്ങളിലൂടെ, വിഷമത്തിലൂടെ കടന്നു പോകുന്ന, ഭിത്തിയിൽ മുഖം തിരിച്ച് കരയുന്നവര്, ബാത്റൂമിലിരുന്ന് കരയുന്നവര്, വാഹനത്തിലിരുന്ന് കരയുന്നവര്, പറമ്പിലേക്ക് ഇറങ്ങി നടന്ന് കരയുന്നവര്, ആ വിലപ്പെട്ട ജീവിതങ്ങളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മറ്റാരോടും പറയുവാൻ അവർക്ക് കഴിയത്തില്ല, മറ്റാരോടും പറഞ്ഞതുകൊണ്ട് പ്രയോജനവുമില്ല. പല ആശുപത്രികൾ കയറി ഇറങ്ങി, പല വാതിലുകൾ മുട്ടി ഈ ജനം, ഈ മക്കള് വിഷമത്തിന്റെ ആഴങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അത്ഭുത മന്ത്രിയുടെ കരം ഈ മക്കൾക്ക് വേണ്ടി നീട്ട്. അവർക്ക് വേണ്ടി അവിടെ ഇറങ്ങി പ്രവർത്തിക്ക്. വഴിയില്ലാത്തടത്ത് യേശുവേ, അവിടുന്ന് ഞങ്ങളുടെ വഴിയാണ്, അവിടുന്ന് ഞങ്ങൾക്ക് വഴി തുറക്കുന്നവൻ മാത്രമല്ല യേശുവേ, നീ ഞങ്ങൾക്ക് വഴിയാണ്. ലോർഡ് ജീസസ്, യു ആർ അവർ വേ, ഓ ലോർഡ്. ഈ മക്കൾക്ക് വേണ്ടി I pray, Father, that you will intersect in their lives, Father God. Yes, Father God, people who are standing at the crossroads of life, Lord, will experience divine encounter right now. Oh yes, Lord, divinely open new doors for their lives, Lord. Divine encounters be upon their lives. Let there be divine alignments take place in their lives in Jesus' name. അകന്നു പോയത് യേശുവിന്റെ നാമത്തിൽ അടുത്തു വരട്ടെ. തകർന്നു പോയത് യേശുവിന്റെ നാമത്തിൽ ബലത്തോടെ എഴുന്നേൽക്കട്ടെ. മഹത്വം മുഴുവൻ അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ പിതാവേ. നാളെ നമ്മുടെ കുടുംബസംഗമം വിശിഷ്യ നടക്കുന്നു. കേരളയുടെ കുടുംബസംഗമത്തിൽ എല്ലാവരെയും ഞങ്ങൾ കുടുംബമായി ക്ഷണിക്കുന്നു. സത്യൻ മെമ്മോറിയൽ ഹാൾ, ട്രിവാൻഡ്രം പാളയത്ത്, മ്യൂസിയത്തിന് നേരെ എതിർവശത്ത് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയുള്ള സമയത്ത് പ്രിയങ്കല കുടുംബാംഗങ്ങൾ അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് കടന്നു വരുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓരോ വ്യക്തി, അതാണ് നമ്മുടെ ശുശ്രൂഷയുടെ പ്രത്യേകത. ഓരോ വ്യക്തിക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതി വെക്കുന്നു. ഈ എഴുതി വെക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് നമ്മുടെ ഇവിടെ ഓൾട്ടറിൽ വരുന്നത്. നമുക്കറിയാം, എല്ലാ ദിവസവും നമ്മൾ ഓൾട്ടറിൽ ശുശ്രൂഷയുടെ സമയത്തും അല്ലാത്ത സമയത്തും ഓൾട്ടറിൽ വച്ചിരിക്കുന്ന 2 ലക്ഷത്തിലധികം വ്യക്തികളുടെ വിവരങ്ങൾ നമ്മൾ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. യേശു അത്ഭുതകരമായി ആ ജീവിതങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നു. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. സങ്കീർത്തനം 138 6 വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവ ഉന്നതനെങ്കിലും
താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു, ഗർവിയെയോ അവൻ ദൂരത്ത് നിന്നും അറിയുന്നു. Psalm number 138 verse 6. Though the Lord is on high, yet he regards the lowly, but the proud he knows from afar. ജീവനുള്ള ദൈവം എത്ര ഉയർന്നവനാണെങ്കിൽ താഴ്മയുള്ളവനെ, മനുഷ്യനെ അവിടുന്ന് പരിഗണിക്കുന്നല്ലേ, അവൻ നോക്കുന്നു. സങ്കീർത്തനം 9 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ദൈവമേ, നീ ഉണ്ടാക്കിയ ആകാശത്തെയും നക്ഷത്രത്തെയും ചന്ദ്രനെയും ഒക്കെ നോക്കുമ്പോൾ മനുഷ്യപുത്രനെ നീ ഓർക്കേണ്ടതിന് അവന് എന്തുമാത്രം. വാട്ട് ഈസ് മാൻ ദാറ്റ് ഗാഡ് ഈസ് മൈൻഡ്ഫുൾ ഓഫ് ഹിം വെൻ ഹി can consider the heavens, the firmament, and every star, everything that God has created, hundreds and hundreds of galaxies. My goodness, ദൈവത്തിന് സൃഷ്ടിച്ച കർത്താവിന് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനുള്ളപ്പോൾ തന്നെ എൻ്റെ ബൈബിൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഹി ഈസ് മൈൻഡ്ഫുൾ ഓഫ് മീ, ഹി ഈസ് മൈൻഡ്ഫുൾ ഓഫ് യു. നമ്മെ, താങ്കളെ, എന്നെ എൻ്റെ യേശു ശ്രദ്ധിക്കുന്ന ദൈവമാണ്. വീണ്ടും തിരുവചനത്തിൽ വായിക്കുന്ന ഒരു കാര്യം, ഹി നോസ് അവർ ഫ്രെയിം, നമ്മുടെ പ്രകൃതി അവിടുന്ന് അറിയുന്ന ദൈവമാണ്. ശരിയല്ലേ? നമ്മൾ കടന്നു പോകുന്ന സാഹചര്യം എന്ത് തന്നെയാണെങ്കിലും അത് കർത്താവ് നല്ലതുകൊണ്ട് അറിയുന്നുണ്ട്. ചിലരിങ്ങനെ പറയാറുണ്ട്, നീ ദൈവത്തോടൊരു വ്യവസ്ഥ ചെയ്താലേ കർത്താവിനോട്. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിനോട് ആർക്കാ ഒരു വ്യവസ്ഥ ചെയ്യാം? നമുക്ക് പറ്റുന്നതൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷെ കർത്താവിൻ്റെ വ്യവസ്ഥ നമ്മോടുള്ളത്. നമ്മുടെ മുൻ തലമുറ അബ്രഹാം ദൈവസനെ നിന്നപ്പോൾ അബ്രഹാമിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ വലിയ ജാതിയാക്കും, നീ അനുഗ്രഹിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. കേരളയിൽ കുടുംബാംഗങ്ങൾ, ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ ഇവിടെ വരുന്ന ആളുകൾ, നമ്മൾ കടന്നു പോകുമ്പോൾ പല സ്ഥലങ്ങളിൽ ആളുകൾ കണ്ടുമുട്ടുമ്പോൾ അവർ പറയുന്നത്, സിൻ ബ്രദറെ, സാം ബ്രദറെ, അല്ലെങ്കിൽ സഹോദരങ്ങളെ, സ്ക്രീനിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഞങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാതെ ഒരു ദിവസത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഈ പകൽ നമ്മെ ഓർക്കുന്ന, നമ്മെ അറിയുന്ന, നമ്മൾ എന്താണോ അതറിയുന്ന. ശരിയല്ലേ സിനു ബ്രദറെ? തീർച്ചയായിട്ടും സാം ബ്രദറെ, അനേകരും പറയുന്നൊരു കാര്യം ഇതാണ്. അപ്പോൾ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പുറത്ത് ആരോടും പറയാൻ മേലാത്ത വേദനകൾ, പ്രയാസങ്ങൾ കടന്നു പോകുമ്പോൾ ആരോടും പറയാൻ പറ്റത്തില്ല. ഇന്നലെ തന്നെയാണെങ്കിൽ ഞാൻ നമ്മളെ ഒരു വീടിൻ്റെ ഫൗണ്ടേഷൻ കല്ലിട്ട് അതിനുശേഷം ഞാൻ ഇവിടെ ബസ്സിൽ ഇറങ്ങിയിട്ട് ഞാൻ റോഡ് ഇറങ്ങി വരുമ്പോൾ ഒരു മാതാവ്, പ്രേമിക്കാൽ പങ്കെടുക്കുന്ന ഒരു മാതാവ്, ആ മാതാവ് പെട്ടെന്ന് തന്നെ കണ്ടു. അത് ആ മാതാവ് ഒരു നിമിഷം നിൽക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ ആ മാതാവിനോടൊപ്പം കുറച്ച് നേരം സംസാരിക്കുന്നു. അപ്പോൾ മാതാവ് പറഞ്ഞത്, നാളുകളായിട്ട് ഉള്ളിൽ കിടക്കുന്ന ഭാരങ്ങൾ ആരോടും തുറന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അമ്മ പറഞ്ഞൊരു കാര്യം, ആ ഇടയ്ക്ക് പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മുടെ പല്ലട കുത്തിയാലും നമ്മൾ തന്നെ വേണ്ട എൻ്റെ നാട്ടിൽ എന്ന് നമ്മുടെ വേദന ആരോടും പറയാം, അത് പിന്നെ നമുക്ക് തന്നെ. പക്ഷേ ഇതെല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരു സ്ഥലം യേശുവിൻ്റെ സന്നിധി മാത്രമാണ്. ഇന്നലെ കുറേ നേരമായി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവസാനം അമ്മ പറഞ്ഞൊരു കാര്യം, യേശുവിൻ്റെ സമാധാനം ഉള്ളിൽ വഹിക്കുവാൻ ദൈവം കൃപ കൊടുത്തു എന്ന്. കേരളയിൽ പങ്കെടുക്കുന്നത്, ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എത്രയോ ആയിരക്കണക്കിന് ജീവിതങ്ങൾ സമൂഹത്തിന്റെ ഉയർന്ന ധാരയിലേക്ക് യേശു അവരെ ഉയർത്തുന്നത് കാണാൻ കഴിയുന്ന കാരണം ഇതാ. അതിന്റെ രഹസ്യമാണ് സിനിമ നമ്മൾ വായിക്കുന്നത്. നമ്മൾ സൃഷ്ടിച്ച ദൈവം ഇത്ര വലിയവനാണെങ്കിൽ അല്ലേ, നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് പരിഗണിക്കുന്നു, അല്ലെങ്കിൽ അറിയുന്നു. ഹി നോസ്. ആ വാക്കിന്റെ അർത്ഥം നോ, KNOW, നോ എന്ന ഇംഗ്ലീഷിലുള്ള വാക്കിന് മലയാളത്തിൽ അത് തന്നെയാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. അതിന് നമ്മൾ കേവലം അറിയുന്നു എന്നതിനേക്കാൾ ഒരുപാട് അർത്ഥവ്യാപ്തിയുള്ള ഒരു വാക്ക്. ഞാൻ പിന്നീട് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അത് ഓർമ്മപ്പെടുത്തിക്കൊള്ളാം. ഗ്രീക്ക് ഭാഷയിലാണെങ്കിലും ഹീബ്രു ഭാഷയിലാണെങ്കിലും ആ വാക്കിന് വലിയ വലിയ ആഴമേറിയ അർത്ഥങ്ങളുണ്ട്. സോ ഇന്ന് പകൽ നമ്മെ അറിയാം, ഞാൻ ഇങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ, നമ്മെ ശരിയായിട്ട് അറിയുന്ന ഒരേ ഒരുവനേ ഉള്ളൂ, അത് യേശു മാത്രം. അപ്പം നമ്മൾ പറയാറുണ്ട്, എന്നെ അറിയാൻ ആരുമില്ല, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല. അതോർത്ത് നമ്മൾ വിഷമിച്ച് തല ഭിത്തിയിലിടിച്ച് തലമുടി വലിച്ചു പറിച്ച്, അല്ലെങ്കിൽ നമ്മൾ ഞരമ്പൊക്കെ കട്ട് ചെയ്ത് വിഷമിച്ച് ചങ്കിനിടിച്ച് ഒക്കെ വിഷമിച്ച് നടക്കാറുണ്ട്. ഈ പകൽ സഹോദരങ്ങളെ, ലോകത്തിലെല്ലാവരും നമ്മളെ അറിയുന്നു എന്നിരിക്കട്ടെ, എന്താ പ്രയോജനം? ഒന്നും സാധ്യമല്ല. ഈ കൈക്ക് ഇത്രയെല്ലാം നീളാൻ പറ്റുകയുള്ളൂ. ഇതിന് പുറത്തേക്ക് എനിക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുകയില്ല. അകലം കൊണ്ട് ആ വിഷയത്തിൽ നിന്ന് ഞാൻ എന്താ പറയുക, ഞാൻ ഹെൽപ്ലെസ്സാണ്, ഒരു പ്രയോജനമില്ലാത്ത വ്യക്തിയായി തീരുക. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ലോകത്തിൽ മനുഷ്യനാണോ നമ്മെ എത്ര കണ്ടറിഞ്ഞാലും
യാതൊരു പ്രയോജനം. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാമെന്നുള്ളതുള്ളൂ. പക്ഷേ ഈ പകൽ എല്ലാറ്റിലുപരി നമ്മുടെ ഹൃദയത്തിൻ്റെ വാഞ്ച ഇതാകട്ടെ, യേശുവിനാൽ അറിയപ്പെടുന്ന ഒരു മനുഷ്യനായി, ഒരു സ്ത്രീയായി, ഒരു പുരുഷനായി എനിക്ക് ജീവിക്കണം. യേശു എന്നെ അറിയണം. യേശു എന്നെ അറിയുന്നു. നമുക്ക് ചേർന്നൊന്ന് ഉറക്കം പറയാം, യേശു എന്നെ അറിയുന്നു. യേശു എന്നെ അറിയുന്നു. വേറെ ആരും എന്നെ അറിയണ്ട. ജീസസ് നോസ് മീ വെൽ. ജീസസ് നോസ് ഇറ്റ് വെൽ. ജീസസ് നോസ് മീ വെൽ. Come on, let's sing together. Come on. Though the Lord is on high, yet he regards the lowly. ആമേൻ. യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു. ഈ പകൽ നമ്മെ കടാക്ഷിക്കുന്ന, പരിഗണിക്കുന്ന, അറിയുന്ന ഈ യേശു ചങ്കിന് കൈവച്ചുകൊണ്ട് പറയണം, എന്നെ അറിയുന്ന യേശു, എന്നെ അറിയുന്ന യേശുണ്ട്. ഈ പകൽ അങ്ങനെയാണെങ്കിൽ ആ വിഷമത്തിൽ യേശു താങ്കളുടെ കൂടെയുണ്ട്. ആ വെല്ലുവിളികൾ യേശു താങ്കളുടെ കൂടെയുണ്ട്. ഇന്നത്തെ ബില്ലുകൾ എങ്ങനെ കൊടുക്കുമെന്ന് അറിയാൻ കഴിയാതെ വിഷമിക്കുമ്പോൾ, ഇന്നത്തെ ബിസിനസ് എങ്ങനെ ചെയ്യുമെന്ന് അറിയാൻ കഴിയാതെ വിഷമിക്കുമ്പോൾ, ഇന്ന് എങ്ങനെ ചെക്കുകൾ പാസ്സാക്കുമെന്ന് അറിയാൻ കഴിയാതെ വിഷമിക്കുമ്പോൾ, ഇന്ന് ആ കുഞ്ഞിൻ്റെ ഫീസ് എങ്ങനെ കൊടുക്കുമെന്ന് അറിയാൻ കഴിയാതെ വിഷമിക്കുമ്പോൾ, ഈ അഗ്നി സമാനമായ അനുഭവത്തിൽ എൻ്റെ കൂടെ ആരും ഇറങ്ങി നിൽക്കാനില്ല. എനിക്ക് പണമുണ്ടായിരുന്നപ്പോൾ, എനിക്ക് ആരോഗ്യമുണ്ടായിരുന്നപ്പോൾ ഞാൻ എല്ലാവരെയും സഹായിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് എൻ്റെ ഒരു അവസ്ഥ വന്നപ്പോൾ എന്നെ തിരിഞ്ഞു നോക്കാൻ പോലും ആരുമില്ല എന്ന അനുഭവം താങ്കളെ വേട്ടയാടുമ്പോൾ, ഈ സന്ദർഭത്തിൽ ഉറപ്പായി ഞങ്ങൾ പറഞ്ഞു തരട്ടെ, നമ്മെ അറിയുന്ന യേശു ജീവിക്കുന്നു. If Jesus knows you, he knows you well. Every minute detail of your life is 100% crystal clear before him. നമ്മുടെ ജീവിതത്തെ അറിയുന്ന യേശുവിൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ചെറിയ കാര്യം പോലും തുറന്നതാണ്, നഗ്നവും മലർന്നതുമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെയെങ്കിൽ ഈ പകൽ കരയുന്നതിന് പകരം സന്തോഷിക്കാൻ ഏറെ വകയുണ്ട്. നിരാശപ്പെട്ടിരിക്കുന്നതിന് പകരം എനിക്ക് ഉല്ലസിക്കാൻ ഏറെ വകയുണ്ട്. നിരാശപ്പെട്ടിരിക്കണമോ, സന്തോഷിക്കണമോ, ഉല്ലസിക്കണമോ, നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കണമോ, എന്ത് സംഭവിച്ചില്ല, എന്ത് കിട്ടിയില്ല, എന്തില്ല എന്നോർത്ത് വിലപിച്ചുകൊണ്ടിരിക്കുമോ, അതോ ഇന്ന് പകൽ യേശുവിനെ അറിയുന്നു എന്ന ആ ഉറപ്പിൽ സന്തോഷിക്കുക നമ്മളാണ് തിരഞ്ഞെടുക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ കുടുംബാംഗങ്ങൾ, പ്രൈം കേരള കുടുംബാംഗങ്ങൾ, ഈ പകൽ നമ്മൾ we will choose to rejoice in the presence of the Lord, knowing the fact that Jesus knows us well. യേശു നമ്മെ നന്നായി അറിയുന്നു എന്ന വസ്തുത ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കിയ പ്രൈം കേരള കുടുംബാംഗങ്ങൾ ഇന്ന് പകൽ നിരാശയെ തള്ളിക്കളഞ്ഞ് ദുഃഖിച്ചിരിക്കുന്ന സ്ഥിതിയെ മാറ്റിക്കളഞ്ഞിട്ട് പകരം യേശുവിൽ സന്തോഷിക്കുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്നു. ആ തിരഞ്ഞെടുപ്പ് നടത്തുന്നവർ രണ്ട് കരങ്ങളും ഉയർത്തി ഒന്നിച്ച് പ്രാർത്ഥിക്കുമോ? കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ പ്രൈം കേരള കുടുംബാംഗങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, അവർ ജീവിതത്തിൽ കടന്നു പോകുന്ന മേഖലകൾ വളരെയധികം വേദന പ്രയാസം നിറഞ്ഞതാണ്. പക്ഷേ കർത്താവ്, നീ ഞങ്ങളുടെ കൂടെയുണ്ട്. നീ ഞങ്ങളെ അറിയുന്ന കർത്താവാണ്. ഞങ്ങളെ കരം പിടിച്ച് ഉയർത്തുന്ന ദൈവമാണ്. ആകയാൽ കർത്താവ്, വേദനപ്പെട്ട് നെടുവിട്ട് ഇരിക്കാനല്ല കർത്താവെ, അങ്ങ് ഞങ്ങൾ ഉയർത്തുന്ന ഉയർച്ചയിൽ കർത്താവ് അതിൽ സന്തോഷിക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ആ ഉയർന്ന ഭാവിയിൽ അവർ എത്തിച്ചേരട്ടെ. ദൈവിക അനുഗ്രഹത്തിൽ അവർ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു, യേശുവിൻ നാമത്തിൽ പിതാവേ. അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഗീത വിളിച്ചു വന്നിരിക്കുന്നത് മകളുടെ ദേശീയ സ്വഭാവം മാറണം, അതുപോലെ പൈശാചിക ബന്ധനങ്ങൾ മാറണം, കുടുംബത്തെ സമാധാനം ലഭിക്കണം, 4.5 വയസ്സുള്ള കുഞ്ഞുണ്ട്, പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പറഞ്ഞിരിക്കുന്നു. തങ്കച്ചായ റോസമ്മ രാജൻ കൊട്ടാരക്കരയിൽ നിന്ന് അറിയിച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയം, വാരിയലിന്റെ അടുത്ത് ഒരു മുഴയുണ്ട്, അത് ഭയങ്കരമായ വേദന ഉളവാക്കുന്നു, അതിനെ പ്രാർത്ഥിക്കണം എന്ന് അറിയിച്ചിരിക്കുന്നു. ഇടത്തുനിന്ന് ഏലിയാമ്മ മത്തായി വിളിച്ചു വന്നിരിക്കുന്നത് മക്കൾ വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നുണ്ട്, അതിനുവേണ്ടി പൊതുവാതികൾ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് കൈനഡയിൽ നിന്ന് ബീന സിബി അറിയിച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയമാണ്. മകന്റെ പഠനം അനുഗ്രഹിക്കപ്പെടണം, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറേണ്ടതിനെ പ്രാർത്ഥിക്കണമെന്ന് അറിയിച്ചിരിക്കുന്നു. മിനി മാത്യു ചെങ്ങത്തുനിന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് അവർക്ക് വസ്തു വാങ്ങാനുണ്ട്, അതിനുവേണ്ടി ചിട്ടി ലഭിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഓമന കൃഷ്ണൻ ഊരുട്ടമ്പലത്ത് നിന്ന് അറിയിച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയം, മകൾക്ക് ഒരു വീടും കുറച്ച് സ്ഥലവും വാങ്ങി
അതിൽ പാമ്പിൻ്റെ ശല്യങ്ങളുണ്ട്, അതെല്ലാം മാറേണ്ടതിനെ പ്രാർത്ഥിക്കണമെന്ന് അറിയിച്ചിരിക്കുന്നു. ചങ്ങനാശ്ശേരിയിൽ നിന്ന് സൂസൻ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് മൂത്ത മകൾക്ക് ജോലിയില്ല, ഒരു ജോലി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ശ്രീജ കുന്നംകുളം കുത്ത് എന്ന് അറിയിച്ചിരിക്കുന്ന പ്രാർത്ഥന വിഷയം, വീട്ടിൽ വളരെയധികം പ്രയാസങ്ങളാൽ ഭാരപ്പെടുന്നു, പ്രാർത്ഥിക്കണമെന്ന് അറിയിച്ചിരിക്കുന്നു. അതിലൂടെ നമ്മൾ വായിച്ച വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ പ്രിയ കുടുംബാംഗങ്ങളെ നമുക്ക് പരസ്പരം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, ഞങ്ങളുടെ മുമ്പാകെ കർത്താവേ വന്നിരിക്കുന്ന ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളും നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ പരമേൽപ്പിക്കുന്നു. സ്വർഗീയ കരം വെച്ച് കർത്താവേ, നീ ഇതിന്മേൽ പ്രവർത്തിക്കുന്ന ദൈവമാകിയ സ്തോത്രം. കുടുംബങ്ങളിൽ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ ജീവിതങ്ങൾക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തികഞ്ഞ വിടുതൽ കർത്താവേ ആ കുടുംബത്തിലുള്ള ഓരോ ജീവിത അനുഭവം എന്തൊക്കെ ഇടയാകട്ടെ, ഉയർച്ച പ്രാപിക്കുവാൻ എന്തൊക്കെ ഇടയാകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, മക്കൾ കർത്താവേ പഠിക്കാൻ കടന്നുപോയിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കായി ജീവിതങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവരുടെ പഠനം അനുഗ്രഹിക്കപ്പെട്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ അത്ഭുത വഴികൾ അവർക്ക് തുറക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രയാസപ്പെടാതെ ഭാരപ്പെടാതെ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കാൻ ഓരോ ജീവിതത്തെ നീ ഒരുക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവിക ബലം ഈ ജീവിതങ്ങളിൽ നീ പകരുമാറണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സാമ്പ്രദായ ഇത് ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ കോട്ടയത്ത് അടുത്ത് പരുത്തുംപാറ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് അദ്ദേഹത്തിന് 15 വർഷമായിട്ട് യൂറിനറി പ്രോബ്ലത്താൽ കടന്നു പോകുന്നു. പല ഹോസ്പിറ്റലിൽ പോയി പല ഡോക്ടേഴ്സിനെ കണ്ട, പക്ഷേ ഒരു ഡോക്ടർമാർക്ക് പോലും എന്താണ് രോഗം എന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന് സൗഖ്യത്തിന് പ്രത്യേകമായി പ്രിയങ്കയിൽ പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം അറിയിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കാൻ പോയി. യേശു അത്ഭുതകരമായ സൗഖ്യം നൽകും. പുതുപ്പള്ളിയിൽ നിന്ന് ജിജി അറിയിക്കുന്നത് ഭർത്താവിന് ഭയങ്കര മദ്യപാനം, പൂർണ്ണമായി സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. മകൻ സിന്നു ഭയങ്കര മദ്യപാനി, വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാകുന്നത്. കോന്നിയിൽ നിന്ന് മിസ്റ്റർ യോഹനാനാണ് ഇത് അറിയിക്കുന്നത്. രാജി പൂയപ്പള്ളിയിൽ നിന്ന് അറിയിക്കുന്നത് 27 വയസ്സുള്ള ബ്രദർ മദ്യപാനം കൂടി, കാഴ്ച കുറഞ്ഞു, പല്ലു പൊഴുകുന്നു, പ്രാർത്ഥിക്കണം. കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കണം എന്ന് നമ്മെ അറിയിച്ചിട്ടുണ്ട്. ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ബിറ്റുവിൻ്റെ പിതാവ് ആൻജിയോപ്ലാസ്റ്റി നടക്കുന്നു തിങ്കളാഴ്ച. സുജിത്താണ് ലണ്ടനിൽ നിന്ന് നമ്മെ അറിയിക്കുന്നത്. നല്ല ജോലി ലഭിക്കേണ്ടതിന് വേണ്ടി ബഹ്റിൽ നിന്ന് നമ്മോട് പ്രാർത്ഥന പല പ്രിയപ്പെട്ടവർ ആവശ്യപ്പെട്ടു. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. അതിന് തൊട്ട് മുൻപായിട്ട് എണ്ണ കരങ്ങളിൽ എടുത്തായിട്ട് ഈ സന്ദർഭത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മദ്യപാനമാകട്ടെ ഏത് കെടുതിയിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെല്ലാം ഒരു തുള്ളി എണ്ണ അവരുടെ തലയിലോ ദേഹത്തോ പുരട്ടി നമ്മൾ ഒന്നിച്ചൊരു നിമിഷം പ്രാർത്ഥിച്ച് യേശു അത്ഭുതകരമായ സൗഖ്യം നൽകി തരും. ഈ മാധ്യമത്തിലൂടെ യാക്കോബ് 5:10-11 എഴുതിയിരിക്കുന്ന വാക്യം നമ്മൾ നിറവേറ്റുക. ഈ മാധ്യമത്തിലൂടെ ഞങ്ങൾ താങ്കളുടെ അടുത്തേക്ക് വരിക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളൊന്നിച്ച് പ്രാർത്ഥിക്കുന്ന യേശുവേ, അവിടുത്തെ പരിശുദ്ധ വചനപ്രകാരം നിങ്ങൾ അനുഗ്രഹിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ടിരിക്കും എന്ന വചനപ്രകാരം ഈ പ്രിയപ്പെട്ടവരുടെ കരങ്ങളിൽ ഇരിക്കുന്ന എണ്ണ അനുഗ്രഹിക്കപ്പെടട്ടെ. അത് അവരുടെ ശരീരത്തിന് ഔഷധമായി മാറട്ടെ. അവരുടെ ശരീരങ്ങളിൽ രോഗമുള്ള ഭാഗത്ത് ഒരു പുരട്ടുമ്പോൾ യേശുവിനെ അനുഭവിക്കുവാനും എണ്ണ പുരട്ടി അവർ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് കേട്ട് അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്ന ഈ ശുശ്രൂഷ ഞങ്ങളതിവിടെ നിർവഹിക്കുമ്പോൾ എൻ്റെ മക്കൾക്ക് അത് സൗഖ്യത്തിനും വിടുതലിനും ഉയർച്ചയ്ക്കും സമൃദ്ധിക്കും കാരണമായി തീരട്ടെ. മഹത്വം മുഴുവൻ അങ്ങേക്ക് തരുന്നു. രോഗത്താൽ വിഷമിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുവിന്റെ അത്ഭുത വഴികൾ മദ്യപാനത്താൽ വിഷമിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യേശുവേ, നിന്റെ വിടുതലിനാൽ അവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ സമാധാനം ആ കുടുംബത്തിന്മേൽ ഇറങ്ങട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവിക ബലവും ശക്തിയും അവരുടെ മേൽ അങ്ങ് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയും ദൈവിക ഉയർച്ച അവർക്കുണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രൈം കേരളയുടെ കുടുംബ സംഗമം നാളെ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 5:30 വരെയുള്ള സമയത്ത് പ്രൈം കേരളയുടെ കുടുംബ സംഗമം ട്രിവാൻഡ്രം സത്യൻ മെമ്മോറിയൽ ഹാളിൽ വെച്ച് മ്യൂസിയത്തിന് നേരെ എതിർവശത്തുള്ള സത്യൻ മെമ്മോറിയൽ ഹാളിൽ വെച്ച് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ. അതുമാത്രമല്ല, പ്രൈം കേരള ഉപവാസ പ്രാർത്ഥന വരുന്ന വ്യാഴം, വെള്ളി, ശനി ദിവസം 9, 10, 11 തീയതികളിൽ രാവിലെ 6 മുതൽ 7 വരെ ഈ തത്സമയം നടക്കുന്ന ആരാധനയ്ക്ക് ശേഷം 10 മുതൽ 12 മണി വരെ ആയിരിക്കും അതിന്റെ സമയം.
തത്സമയം ടെലിവിഷനിൽ തത്സമയം തന്നെ. അത് വരുന്നതായിരിക്കും. ഹാർവസ്റ്റ് TV ആണ് അങ്ങനെ ഒരു ശുശ്രൂഷ നമുക്ക് ലോകരാജ്യങ്ങളിൽ എത്തിച്ചു തരുന്ന ഒരു ശുശ്രൂഷ. നമുക്ക് ആ ഹാർവസ്റ്റ് TVക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ നിലയിലും ഹാർവസ്റ്റ് ടെലിവിഷൻ്റെ ശുശ്രൂഷകൾ അത് അനുഗ്രഹമായി ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് വരേണ്ടതിന് നമ്മൾ വിശിഷ്യ പ്രാർത്ഥിക്കണം. ഹാർവസ്റ്റ് TV ഒരു ആപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്, ഹാർവസ്റ്റ് TVയുടെ ആപ്പ്. സോ അതിൽ നമ്മൾ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിടുകയാണെങ്കിൽ അതിൽ ടാപ്പ് ചെയ്താൽ വേഗം അത് തന്നെ സ്വയം ലിങ്ക് ചെയ്തെടുത്ത് നമ്മളെ വേണ്ടുന്ന പ്രോഗ്രാംസ് ചെയ്ത് നമുക്ക് എത്താൻ സാധിക്കും. കൂടുതൽ സൗകര്യങ്ങൾ ഹാർവസ്റ്റ് TV നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അത് ഉപയോഗപ്പെടുത്തുവാൻ എല്ലാവരെയും ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുമ്പോൾ ഈ യേശു അത്ഭുത മന്ത്രി പ്രൈം കേരള കുടുംബാംഗങ്ങളുടെ ഒരു സന്തോഷ വാർത്ത ഞാൻ ഇന്ന സന്ദർഭത്തിൽ അറിയിക്കട്ടെ. അനേകർ കാത്തിരുന്ന കാര്യമാണ്. പ്രൈം കേരളയുടെ 24 മണിക്കൂർ നടക്കുന്ന ആ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ഉള്ള ആ സ്ഥല സൗകര്യം, സിനിബ്രദറെ അത് ക്രമപ്പെടുത്തുന്നതിനുള്ള സ്ഥലം ഇന്നലെ നമ്മുടെ സഹോദരങ്ങൾ പോയി അത് എഴുതി ക്രമപ്പെടുത്തി ഈ ശുശ്രൂഷയിൽ ഈ വലിയ കാര്യത്തിൽ പങ്കാളികളായ ഓരോ പ്രിയപ്പെട്ട കുടുംബാംഗത്തെയും ഞങ്ങൾ നന്ദി പറയും. ഇന്നലെ എൻ്റെ ഡോക്യുമെൻറ്റേഷൻ കഴിഞ്ഞു. ദൈവം നമ്മെ സഹായിച്ചു. പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദിയും സ്നേഹവും, ഇതിനകത്ത് സഹായിച്ച പ്രിയപ്പെട്ടവരോട് ഹൃദയംഗമായി നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമുക്കിനിയും ഒത്തിരി മൈലുകൾ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും സാമ്പ്രദായ അനേകർ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മളൊപ്പം നിന്നു. നമ്മൾ പ്രൈം കേരളയിലെ ദൈവം തന്നൊരു ആഗ്രഹം യേശു ക്രിസ്തു അവസാന വ്യക്തിയുടെ വരെ കണ്ണുനീർ തുടങ്ങും. അത് മറ്റങ്ങല്ല, നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ തലമുറയിൽ തന്നെ അത് ചെയ്യണം. അതുകൊണ്ട് അനേകരും നമ്മളോടൊപ്പം ആ ദർശനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളൊപ്പം യാത്ര ചെയ്യുന്നു. ഇതിപ്പോഴും നമുക്ക് വന്നിരിക്കുന്ന ഒരു പ്രാർത്ഥനാ വിഷയം. ഇത് സതീഷ് എന്ന് പറയുന്നൊരു സഹോദരൻ കോട്ടയത്ത് അടുത്ത് മാങ്ങാനത്ത് നിന്ന് ആയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രാർത്ഥനാ വിഷയം എന്ന് പറഞ്ഞാൽ കാലിന് ഒരു മുറിവുണ്ട്. പക്ഷെ പല ഡോക്ടർമാരെയും കാണിച്ചു, മുറിവ് കരിയുന്നില്ല. അപ്പോൾ അത് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അദ്ദേഹം പറഞ്ഞ കാര്യം, ഈ പ്രൈം കേരളയിൽ രാവിലെ 6 മുതൽ 7 വരെ എല്ലാ ദിവസവും പ്രൈം കേരളയിൽ പങ്കെടുക്കുന്നു. അപ്പം ഈ ശുശ്രൂഷ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് അനുഗ്രഹമായപ്പോൾ അദ്ദേഹം ചിന്തിച്ച കാര്യം, എന്നാൽ കഴിയുന്നത് പോലെ ഈ ശുശ്രൂഷയിൽ എനിക്ക് പങ്കാളിയാകണം. അതിന് അദ്ദേഹം ചെയ്തൊരു കാര്യം, ഒരു കുടുക്ക വാങ്ങിച്ചിട്ട്, ഇത് നമുക്കറിയില്ല, കുടുക്ക വാങ്ങിച്ചിട്ട് അദ്ദേഹത്തിന് കിട്ടുന്ന ഓരോ ദിവസം കിട്ടുന്ന ലാഭത്തിൽ നിന്ന് ചെറിയൊരു വീതം ഇതിനകത്തിട്ടിട്ട് കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പ്രൈം കേരളയിലേക്ക് വരുന്നു എന്നറിഞ്ഞപ്പം അദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ച് ഇത് ഇവിടെ കൊടുത്തു വിട്ടതാണ്. ഇത് പ്രൈം കേരള ഇന്ന് വരെ നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ശേഖരം നടത്തുവാനോ ഇങ്ങനെ സംവിധാനം നമുക്ക് എനിക്ക് തോന്നുന്നില്ല എപ്പോഴെങ്കിലും നമ്മളത് ചെയ്യുമോ എന്ന് തന്നെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്ന ഒരു കാര്യമല്ല. പ്രൈം കേരള എങ്ങും പോയിട്ട് ആരുടെ അടുത്തും ഞാൻ ഉൾപ്പെടെ വേറെ ഒരു വ്യക്തി പോലും പ്രൈം കേരളയ്ക്ക് വേണ്ടി ഫണ്ട് റേസ് ചെയ്യുകയോ ആരോടെ പൈസ ചോദിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. അത് അങ്ങനെ ഉള്ള കാര്യം കുടുംബാംഗങ്ങൾ വളരെ ശ്രദ്ധിക്കണമേ എന്ന് ദൈവസ്നേഹത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ആരെങ്കിലും 10 രൂപ പ്രൈം കേരളയ്ക്ക് തരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ആദ്യം വിളിക്കണം. അതിനുശേഷമേ അത് ചെയ്യാവൂ എന്ന് ദൈവസ്നേഹത്തിൽ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുക. ഇങ്ങനെ ഇത് നമുക്കിതെന്ത് പറയണം? കർത്താവെ, ആ കുടുംബത്തെ ഓർത്ത് നന്ദി പറയും. ചെറിയ വരുമാനങ്ങൾ, ചെറിയ അവരുടെ ആഗ്രഹത്തെ, അവരുടെ ഹൃദയത്തെ മാനിക്കുന്ന ദൈവം ഇതുപോലെ സഹായിക്കുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്. മരുന്ന് വാങ്ങേണ്ട പണം, കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച നമ്മൾ ക്യാൻസറിന് ചികിത്സിക്ക് വെച്ചിരുന്ന പൈസ, ആ പണം തന്നെ മറ്റ് ആരൊക്കെയോ കൊടുത്ത പണമാണ്. അത് പ്രൈം കേരളയിലേക്ക് നിക്ഷേപിക്കുമ്പോൾ ഈ തലമുറയിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, മാതാപിതാക്കളെ, സഹോദരന്മാരെ, യൗവനക്കാരെ, നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ യേശു അവസാന വ്യക്തിയുടെയും കണ്ണുനീർ തുടയ്ക്കുന്നത് നമുക്ക് കാണണം. നമുക്ക് കൂട്ടായിട്ട് അത് സാധിച്ചെടുക്കാൻ സാധിക്കും. വിവിധ ഭാഷകളിൽ 24 മണിക്കൂറും പ്രാർത്ഥന നടക്കുന്ന ഒരു സംവിധാനമായിരിക്കും അവിടെ വരുന്നതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് വരും, നമുക്ക് വിശദമാക്കാൻ സാധിക്കും. എല്ലാം വളരെ വ്യക്തമായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ പകൽ സിനിബ്രദറെ കർത്താവ് തന്നതിന് നന്ദി പറയാം. 2 കരങ്ങൾ ഉയർത്തി കുടുംബാംഗങ്ങൾ അതിന് നന്ദി പറയുമ്പോൾ, കർത്താവ് ലാൻഡ് ഞങ്ങൾ തന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇനി അതിൻ്റെ അടുത്ത വർഷങ്ങളിലേക്ക് നീണ്ടു നിൽക്കുന്ന ലോണ് അത് ക്രമമായിട്ട് അടയ്ക്കുവാനുള്ള എല്ലാ വഴികളും സൗകര്യങ്ങളും അവിടുന്ന് ഒരുക്കി തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഇതിലേക്ക് കരം നീട്ടി ഓരോ ജീവിതത്തെയും അനുഗ്രഹിക്കുന്ന ദൈവിക സമൃദ്ധി ഓരോരുത്തരിലും ഉണ്ടാകേണ്ടത് ഞാൻ പ്രാർത്ഥിക്കുന്നു. Bless everyone who have joined and partnered with us, Lord, taking this mission to the ends of the earth, reaching one person at a time with the love, compassion and the resurrection power of the Holy Spirit of God.
യേശുവിന്റെ ഉയർപ്പിന്റെ ശക്തിയാലും സ്നേഹത്താലും ആർദ്രതയാലും ലോകത്തിൽ കർത്താവേ ഒരു സമയം ഒരു മനുഷ്യൻ എന്ന ക്രമത്തിൽ ശുശ്രൂഷയുമായി യേശുവിൽ എത്തിച്ചേരുന്ന ഈ ശുശ്രൂഷയിൽ പങ്കാളികളായ ഓരോ ജീവിതത്തെയും അനുഗ്രഹിക്കുന്നു. മഹത്വം മുഴുവൻ അങ്ങേക്ക് തരട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ. ബർത്ത്ഡേസ് ഉണ്ട്. ജാൻസി മാത്യു ഉള്ളൂരിൽ നിന്ന് സോളമന്റെ 52nd ബർത്ത്ഡേ ആണ്. സൂസമ മാവലിക്കൽ സാനിയ സൂസിന്റെ 11th ബർത്ത്ഡേ ആണ്. 62ാമത്തെ ബർത്ത്ഡേ മോനി എം കുര്യന് കൊല്ലത്തുനിന്ന്. ഇത് ആലീസ് തിരുവഞ്ചൂരിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത് കൊച്ചുമോളുടെ 8ാമത്തെ ബർത്ത്ഡേ ആണ്. ഡിവൈൻ ട്രിവാൻഡ്രത്ത് നിന്ന് അറിയിച്ചിരിക്കുന്ന അനിയന്റെ 22ാമത്തെ ബർത്ത്ഡേ ആണ്. ഫേസ്ബുക്കിൽ അനേക പ്രിയപ്പെട്ടവരുടെ ബർത്ത്ഡേസ് ഉണ്ട്. ഓരോ പ്രിയപ്പെട്ടവർക്കും ദീർഘായുസ്സും ആരോഗ്യവും വിശേഷ വെഡിങ് ആനിവേഴ്സറീസ് ഉള്ളവർക്ക് അവരുടെ കുടുംബങ്ങൾ, മക്കളെ, കൊച്ചുമക്കളെ എല്ലാവരും ദീർഘായുസ്സും ക്ഷേമവും അനുഗ്രഹത്തോടും കൂടെ ആയിരിക്കേണ്ടതിന് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സിൻവദറെ ആ കേക്ക് ഇവിടെ മുറിക്കുന്നു. യേശുവേ, ഞങ്ങൾ ഒന്നിച്ചെന്ന് ബർത്ത്ഡേസ് ആൻഡ് വെഡിങ് ആനിവേഴ്സറീസ് ഉള്ള കുടുംബാംഗങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അതുല്യമായ സൗഖ്യവും ക്ഷേമവും നിറവിനാലും അവിടുന്ന് അവരെ നിറച്ചാട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ നിലയിലും അവിടുന്ന് മാനിക്കണം യേശുവിൻ നാമത്തിൽ പിതാവേ. പ്രൈം കേരളയുടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അനുഗ്രഹിക്കും പ്രാർത്ഥിക്കാൻ പോകുക. ഈ സന്ദർഭത്തിൽ ജോലികൾ, യാത്രകൾ, വരുമാന മാർഗങ്ങൾ, ജീവിതത്തിൻ്റെ വിവിധ മേഖലകൾ, സ്കൂളുകൾ, കോളേജുകൾ, അധ്വാന മണ്ഡലങ്ങൾ, വാഹനങ്ങൾ, എല്ലാ മേഖലകളിലും യേശുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകേണ്ടതിന് നമ്മളൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. കുടുംബാംഗങ്ങൾ പറ്റുന്നവരൊക്കെ അവിടെ എഴുന്നേൽക്കണം. നമുക്കൊന്നിച്ച് കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കാൻ പോകുക. അതുമാത്രമല്ല, നമ്മുടെ രാജ്യത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ രാജ്യം ഇന്ത്യ എല്ലാ നിലയിലും അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് വരട്ടെ. റബ്ബർ വില അതൊരു സ്റ്റഡി ആകേണ്ടതിന് കഴിഞ്ഞ ദിവസങ്ങൾ പ്രൈം കേരളയിൽ പ്രാർത്ഥിച്ചു. ഇന്നത്തെ പത്രത്തിൻ്റെ ആദ്യത്തെ വാർത്ത തന്നെ 150 രൂപ പെർ കിലോ ആയിട്ട് ഗവൺമെൻറ് തന്നെ അത് ഫിക്സ് ചെയ്തു. വിശദാംശങ്ങൾ എടുക്കാൻ നേരമില്ലല്ലോ. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യം കർഷകർ അനുഗ്രഹിക്കപ്പെടണം. വിവിധ തുറകൾ ജോലി ചെയ്യുന്നവർ അനുഗ്രഹിക്കണം. പുതിയ തൊഴിൽ സംരംഭകർ വരണം. പുതിയ തൊഴിൽ സംവിധാനങ്ങൾ വരണം. ആളുകൾക്ക് ജോലി ലഭിക്കണം. ദാരിദ്ര്യം നമ്മുടെ രാജ്യത്തുനിന്ന് മാറണം. എല്ലാ നിലയിലും നമ്മുടെ രാജ്യം ഇന്ത്യ അനുഗ്രഹിക്കപ്പെടേണ്ടത്. നമുക്ക് ഒന്നിച്ച് രണ്ട് കരങ്ങളും ഉയർത്തി ഒന്നിച്ച് കുടുംബമായി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഞങ്ങളുടെ രാജ്യത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രാജ്യത്തിന്റെ എല്ലാ മേഖലയിലും കർത്താവേ നിന്റെ അനുഗ്രഹം ഇറങ്ങട്ടെ. എല്ലാ മേഖലയിലും വികസനം ഉണ്ടാകട്ടെ. യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യം അങ്ങയുടെ സമാധാനത്തെ നിറയട്ടെ. ഞങ്ങളുടെ രാജ്യം മറ്റ് രാജ്യങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്ത് പാർക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ അവർ നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സകല മേഖലയിലും അങ്ങനെ കൃപ കൂടിയിരിക്കും. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ഞാൻ ഈ സന്ദർഭത്തിൽ രോഗത്താൽ വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. യേശുവിൻ്റെ അത്ഭുതകരമായ സൗഖ്യം താങ്കൾക്ക് കർത്താവ് നൽകി തരും. യെശയ്യാവ് 53:4-5 വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു: യേശുവിൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. സങ്കീർത്തനം 103:2 നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളെ ഒക്കെയും മോചിച്ച് ഞാൻ നിങ്ങളെ സൗഖ്യം സകല രോഗത്തിനും സൗഖ്യം നൽകട്ടെ. വീണ്ടും ദൈവത്തിനടുത്ത് ഞാൻ നിങ്ങൾക്ക് രോഗശാന്തിയും ആരോഗ്യവും വരുത്തും. പുറപ്പാട് 15:14 നാം ഇങ്ങനെ വായിക്കുന്നു: I am the Lord that healeth thee. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യേശുവ. ഈ സന്ദർഭത്തിൽ ആ രോഗത്താൽ വിഷമിക്കുന്നവർ, കിടക്ക രോഗികൾ ഉണ്ടാകും. കിടക്കയിലായിരിക്കുന്ന രോഗികൾ നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകും. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് പോയി നിന്നാട്ട്, ആശുപത്രിയിലായിരിക്കുന്നവർ ആശുപത്രി അവരുടെ അടുത്തേക്ക് നിന്ന് അവരുടെ മേൽ കരങ്ങൾ വെച്ചാട്ട്, അനേക ആശുപത്രികളിൽ, അനേക ഭവനങ്ങളിൽ, അനേക ഓഫീസുകളിൽ യാത്രയിലായിരിക്കുന്നവർ യേശുവിൻ്റെ അത്ഭുതകരമായ സൗഖ്യം വൈദ്യുതി ശരീരത്തിലോട്ട് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം പോലെ യേശുവിൻ്റെ സാന്നിധ്യ നിമിത്തം wherever you are, I pray that the blessings of the Lord, the power of the Lord will be upon your life. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ വിഷമിക്കുന്നവർ, ഏതുതരം രോഗമാണെങ്കിലും ഇപ്പോൾ തന്നെ യേശുവിൻ നാമത്തിൽ ഞങ്ങളതിനെ നീക്കിക്കളയുന്നു. യേശു ക്രൂശ് തികച്ചെടുത്ത ആ സൗഖ്യത്തെ ഈ ശരീരങ്ങളിൽ ഞങ്ങൾ കൊണ്ടുവരുന്നു. അവർ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ ജീവനാൽ എല്ലാവരും നിറയപ്പെടട്ടെ. മഹത്വം മുഴുവൻ ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. ക്യാൻസർ രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഉദര സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. തലച്ചോർ സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. കണ്ണുകൾ കാഴ്ച ലഭിക്കട്ടെ.
ചെവികൾ തുറന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ തലമുടി അകാരണമായി കൊഴിയുന്നത്, സ്കിന്ന് ശരീരത്തിൽ നിന്ന് ഇളകിപ്പോകുന്ന സ്ഥിതി, ഇൻഫെക്റ്റഡ് ആയിരിക്കുന്ന ഓരോ അവയവങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. സജീവമാകേണ്ടത് സജീവമാകട്ടെ. ബലഹീനമായി പോയത് മാറട്ടെ. തളർവാദം ബാധിച്ചവരുണ്ട് കർത്താവേ. സ്ട്രോക്ക് വന്നതുകൊണ്ട് മറ്റുള്ളവരെ ആശ്രയിച്ചാലും ജീവിക്കാൻ കഴിയാത്ത പ്രിയപ്പെട്ടവരുണ്ട്. ഈ പകൽ യേശുവേ അവിടുത്തെ സൗഖ്യത്തെ ഞങ്ങളെ ശരീരങ്ങളിൽ കൊണ്ടുവരുന്നു. യൂട്രസ് സംബന്ധമായ പ്രയാസത്തിലൂടെ പോകുന്നവരുണ്ട്. സൗഖ്യം യേശുവിൻ നാമത്തിൽ അവരിൽ ഞങ്ങൾ കൊണ്ടുവരുന്നു. സൗഖ്യമാകട്ടെ. പ്രോസ്ട്രേറ്റ് സംബന്ധമായ രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കിഡ്നി രോഗങ്ങൾ മാറിപ്പോകട്ടെ. എല്ലുകളുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. മുട്ടുവേദന, സന്ധിവേദന, ജോയിൻസിന്റെ വേദനകൾ അതിപ്പോൾ സൗഖ്യമാകട്ടെ. കൈകാലുകൾ ചലിപ്പിക്കുവാനോ മരവിപ്പ് അനുഭവപ്പെടുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ സൗഖ്യത്തെ ഈ പകൽ ഞങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നു. അവർ സൗഖ്യമാകട്ടെ. മഹത്വം മുഴുവൻ ഞങ്ങൾ അങ്ങേക്ക് തന്നെ തരുന്നു, യേശുവിന്റെ നാമത്തിൽ. പ്രിയ പിതാവേ, സിനി ബ്രദറെ, കഴിഞ്ഞ 24 മണിക്കൂറിൽ പ്രൈം കേരളയിൽ വന്ന ഇത്രയും അധികം ജീവിതങ്ങളുടെ വിഷയങ്ങൾ നമുക്ക് ഒന്നിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, ഞങ്ങൾ ഈ പ്രിയപ്പെട്ടവരെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവരിലുള്ള രോഗികളെ അങ്ങ് സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. ഇവരെ ആവശ്യങ്ങളുമെല്ലാം അങ്ങ് പ്രവർത്തിക്കുന്നതിനായി നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം യേശുവോടുകൂടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഉണ്ടാകട്ടെ. അവിടെ നമ്മുടെ വഴിയിൽ കൂടെ ഇരുന്ന് നമ്മെ പരിപാലിക്കട്ടെ. സ്വർഗത്തിലെ ദൈവം തന്റെ അനുഗ്രഹങ്ങളാൽ നമ്മെ നിറയ്ക്കട്ടെ. ആ 2 കരങ്ങളും ഉയർത്തി യേശുവിന്റെ നാമത്തിൽ പ്രൈം കേരള കുടുംബാംഗങ്ങളെ ഈ പകൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ചേർന്ന് പാടാം. നല്ലവൻ യേശുവേ